ഇന്ന് ബാങ്കിൽ നിന്നും ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം ഒരു സന്തോഷ വാർത്തയാണ് പങ്കുവെക്കുന്നത്. ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട നിരവധി എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ഒരു ചാനൽ എന്നുള്ള നിലയിൽ ഒരു പുതിയ വാർത്ത RBIയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ഈ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് സങ്കടമുള്ളത്, പലർക്കും സിബിൽ സ്കോർ കുറഞ്ഞു പോയാൽ ബാങ്കുകൾ ലോൺ അനുവദിക്കാറില്ല. അതിന് ഒരു മാറ്റം വരികയാണ്. ഇപ്പോൾ RBI നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇനി നിങ്ങളുമായി വിവരിക്കുന്നത്. അതായത് ഒരു സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു 3 അക്ക നമ്പരാണ്. അത് 300 മുതൽ ഏകദേശം 900 വരെയുള്ളതിനിടയ്ക്കാണ് സിബിൽ സ്കോർ നിശ്ചയിക്കുക. 700-ൽ താഴെ സിബിൽ സ്കോർ ഉള്ളവർക്ക് ബാങ്കുകൾ ലോൺ നൽകാറില്ല. കാരണം ഇവരുടെ തിരിച്ചടവ് ശേഷിക്ക് ബാങ്കുകൾ മതിയായ പ്രാധാന്യം കൊടുക്കുന്നില്ല, അഥവാ ഇവർക്ക് തിരിച്ചടവ് മുടങ്ങാനുള്ള സാധ്യത ഏറെ ഉണ്ട് എന്ന് കരുതിയാണ് 700-ന് താഴെയുള്ളവർക്ക് ബാങ്കുകൾ ലോൺ അനുവദിക്കാതിരിക്കുന്നത്. ഇതിനാണ് മാറ്റം വരുന്നത്. സിബിൽ സ്കോർ നോക്കേണ്ടതില്ല, മറിച്ച് ലോണിന് അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജോലി, അയാളുടെ വരുമാനം, അയാൾക്ക് ഭാവിയിൽ ഈ തുക അടയ്ക്കാനുള്ള അയാളുടെ കഴിവ്, ഇതൊക്കെ നിങ്ങൾ മാനദണ്ഡമായി സ്വീകരിച്ചാൽ മതി. അല്ലാതെ ഇയാളെ സിബിൽ സ്കോർ മുമ്പെടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വരുന്ന സാഹചര്യങ്ങളും ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കുമല്ലോ, അതെടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യവും ഒന്നും ഇനി പരിഗണിക്കേണ്ടതില്ല എന്ന് വ്യക്തമായും പറഞ്ഞിരിക്കുകയാണ് RBI. ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സിബിൽ സ്കോർ വിഭാഗം പലപ്പോഴും ചെയ്യുന്നത് വ്യക്തിയുടെ തിരിച്ചടവ് ശേഷി, അയാളെ ഹിസ്റ്ററി, ഇങ്ങനെയെല്ലാം കൂടി ചേർത്ത് പരിശോധിച്ച് പരിഗണിച്ച് അവലോകനം ചെയ്തിട്ട് ഒരു സ്കോർ അങ്ങ് നിശ്ചയിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 300 മുതൽ 900 വരെയുള്ള 3 അക്ക നമ്പറിനകത്ത് വരുന്ന ഈ സ്കോർ. അതിൽ 700-ന് താഴെ വന്നാൽ പോയത് തന്നെ കിട്ടില്ല. പല ആളുകളും അതിൻ്റെ പേരിൽ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാരത നൽകാനാണ് RBIയുടെ നിർദ്ദേശം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വ്യക്തിയുടെ ജോലി, ബിസിനസ്, അയാളുടെ നിലവിലുള്ള സമ്പാദ്യം, ഭാവിയിൽ അയാൾക്ക് ലഭിക്കാൻ ഇടയുള്ള വരുമാനം, ഇതെല്ലാം പരിഗണിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ഒന്നും കൂടി റിസർവ് ബാങ്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ആദ്യമായി ലോൺ എടുക്കുന്ന ഒരു വ്യക്തിക്ക് തിരിച്ചടവ് ശേഷി കൂട്ടുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ലോൺ കൂടി കൊടുക്കണം എന്നുള്ളതാണ്. ഉദാഹരണം, ഒരു വ്യക്തി അയാളെ വീട് വെക്കുന്നതിന് വേണ്ടി ഒരു ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ചടയ്ക്കാനുള്ള ശേഷി ബാങ്കുകൾ പരിശോധിക്കുമ്പോൾ വലിയ തരത്തിൽ തിരിച്ചടയ്ക്കാനുള്ള ശേഷി ഇല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ അയാൾക്കൊരു ജോലി ഇല്ലാത്ത പക്ഷം, അയാൾക്ക് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി മറ്റൊരു ബിസിനസ് ലോൺ അയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തിരിച്ചടവ് ശേഷിയെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രായോഗിക സമീപനം ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു പ്രത്യേക വായ്പ കൂടി അതിന് നൽകണം എന്നുള്ളതാണ് RBIയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു നിർദ്ദേശം പോയിരിക്കുന്നത്. അപ്പോ ഈ വായ്പ എന്ന് പറയുന്നത് സിബിൽ സ്കോറിന്റെ പേരിൽ ഒരു കാരണവശാലും നിഷേധിക്കരുത് എന്നുള്ളതാണ് നിർദ്ദേശം. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം കൂടി RBI പറയുന്നുണ്ട്. അത് ബാങ്കുകളുടെ ബോർഡുകൾ കൂടി ഇതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ബാങ്ക്, ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആയാലും കനറ ബാങ്ക് ആയാലും അവരെല്ലാം തന്നെ അവരുടെ ബോർഡ് കൂടിയിട്ട് ഈ RBIയുടെ നിർദ്ദേശത്തിന് അനുസൃതമായ കാര്യങ്ങൾ അവർ തീരുമാനിക്കണം എന്ന് തന്നെയാണ് RBI പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതിൽ നിന്ന് ജമ്പ് ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല. ആരെങ്കിലും പരാതി കൊടുത്താൽ ബാങ്കുകളുടെ സമാധാനം പറയേണ്ടി വരും ബാങ്കുകൾക്ക്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബോർഡുകൾ പ്രത്യേകിച്ച് തീരുമാനം എടുത്തുകൊള്ളണം എന്നും കൂടി RBI പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഉടനെ തന്നെ എല്ലാ ബാങ്കുകളിലും നടപ്പാക്കും എന്നുള്ളതും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു.